അതായത് മലബാറിൽ 28% ഉള്ളൂ ഈ ഓർഡിനറി സർവീസ്. അപ്പോൾ അത് അവിടെയുള്ള സ്ത്രീകൾക്കത് ഉപയോഗപ്പെടില്ല. അപ്പോൾ തുല്യനീതി എന്ന് അല്ലെങ്കിൽ സാമൂഹ്യനീതി എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ഭാഗത്തെ ഒരു പ്രദേശത്തെ സ്ത്രീകൾക്കത് നഷ്ടമാകുന്നു എന്നൊരു ചോദ്യം പ്രധാനമായി ഉന്നയിക്കപ്പെടുന്നുണ്ട്. അല്ല, ആ ചോദ്യം തീർച്ചയായിട്ടും പ്രസക്തമാണ്. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചോളം KSRTCയുടെ സർവീസുകൾ, റൂട്ടുകൾ, ഷെഡ്യൂളുകൾ വർദ്ധിപ്പിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഗ്രാമീണ മേഖലയിൽ, കാരണം ഈ പദ്ധതി ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യേണ്ടത് ഗ്രാമീണ മേഖലയാണ്. അങ്ങനെയുള്ളിടത്ത് നമ്മൾ കാലികമായ മാറ്റം കൊണ്ടുവരേണ്ടി വരും, സംശയമില്ല. അതെല്ലാം നടത്തിയതിന് ശേഷം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് നമുക്ക് നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ CPM ഇതിനൊന്നും കാരണം CPM കോൺഗ്രസ് ഇത്തരത്തിലൊരു ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചപ്പോൾ അതിനെ പല രീതിയിൽ അതിൻ്റെ പ്രായോഗികത പറഞ്ഞ് വിമർശിച്ചവരാണ് അവർ. ഇപ്പോൾ അതുകൊണ്ട് അതിനകത്ത് എന്തെങ്കിലും പറയുന്നത്, എന്തായാലും 30 ദിവസമായൊരു ഗവൺമെൻറ് ഇതെല്ലാം പഠിച്ചതിന് ശേഷം നടത്തണമെന്നൊക്കെ പറയുന്നത് സനോജ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. 2021 2000 രൂപ 2500 രൂപ പെൻഷനാക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 4.25 കൊല്ലം ഒന്നും ചെയ്യാതിരുന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് പെൻഷൻ വർദ്ധിപ്പിച്ച പരിപാടി അല്ല ഞങ്ങളുടേത്. ഞങ്ങൾ വന്ന് ആദ്യത്തെ ക്യാബിനറ്റിൽ തന്നെ അതിനുള്ള തീരുമാനമെടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് വർക്കൗട്ട് ചെയ്ത് ഞങ്ങൾ ഈ 15-ാം തീയതി അന്ന് തന്നെ പറയാം, അടുത്ത ക്യാബിനറ്റ് മീറ്റിങ്ങിന് ശേഷം പറഞ്ഞതാണല്ലോ, ജൂൺ മാസം 15-ാം തീയതി നടപ്പാക്കും. ജൂൺ മാസം 15-ാം തീയതി നടപ്പാക്കാൻ തീർച്ചയായിട്ടും അതിനകത്ത് പല ഘടകങ്ങളുണ്ട്. ഞാൻ പറഞ്ഞില്ല പെർഫെക്റ്റാണ്, പിക്ചർ പെർഫെക്റ്റ് ആയിട്ടാണ് എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. അതിനുണ്ടാകുന്ന ന്യൂനതകൾ എവിടെയാണോ ആ ന്യൂനതകൾ കണ്ടുപിടിച്ച് പരിഹരിക്കപ്പെടും. ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യ വർഷത്തിൽ തന്നെ ഇത് പരമാവധി സ്ത്രീകളിലേക്ക് എത്തുന്ന രീതിയിൽ അത് തീർച്ചയായിട്ടും മാറ്റപ്പെടുകയും ചെയ്യുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട.